ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞത്. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് കാലിടറുകയാണ്. പറവൂരിൽ വി ഡി സതീശൻ മുന്നിലാണ്. 1000-ൽ താഴെ വോട്ടുകൾക്ക് എം ലിജു 1327 വോട്ടുകൾക്ക്. PK കുഞ്ഞാലിക്കുട്ടി 10,000-ലേക്ക് ലീഡ് ഉയർത്തുന്നു. 9,652. 2000-ൽ പരം വോട്ടുകൾക്കാണ്. 2500 നാദാപുരത്ത് അഭിജിത്ത് ലീഡ് ചെയ്യുന്നു. നേരത്തെ പിന്നിലായിരുന്നു. നാദാപുരത്ത് അഭിജിത്തിന്റെ തിരിച്ചുവരവ്. യുഡിഎഫിന്റെ ലീഡ് 3200. ദീപക് ജോയ് ദീപക് ജോയ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ LDF 915 ലീഡ്. തിരിച്ചുപിടിക്കുന്നു. ഷാജി 48-48. കൊല്ലത്ത് ബിന്ദു ജിയാൻ അനിൽ ലീഡ് കൊടുത്തുന്നു. 1351 വോട്ടായി GR അനിൽ. അത്രയും പോരാ എങ്കിൽ പോലും തിരിച്ചുവരവിന്റെ ചില സൂചനകൾ LDF കാണിക്കുന്നു. 41-ലേക്ക് തമിഴ്നാട്ടിൽ DMK അടിപതറയാണ് കേട്ടോ. എല്ലാം പൊളിയാണ്. 66 സീറ്റിലേക്ക് താണു. നോക്കൂ, അസമിൽ ഒഴിച്ച് ബാക്കി ഒരിടത്തും ഭരണ തുടർച്ചയുണ്ടാവുന്നില്ല. എവിടെയൊക്കെ തകരുന്നു. തമിഴ്നാട്ടിൽ DMK തകരുന്നു. അവിടെ ഇളയ ദളപതി വിജയുടെ വലിയ തേരോട്ടം. വെസ്റ്റ് ബംഗാളിൽ മോദിയുടെ തേരോട്ടം, ദീദിയുടെ പതനം. കേരളത്തിൽ പിണറായിയുടെ പതനം, ഒപ്പം UDFന്റെ വിജയം. 3 ഇടങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി ആഞ്ഞടിക്കുന്നു. ആകെ അസമിൽ മാത്രം ഭരണ തുടർച്ച നിലനിർത്തുന്നു. പുതുച്ചേരിയിലും അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടങ്ങളിലും ഭരിക്കുന്നവർക്ക് കാലിടറുന്നു. അവിടെ തമിഴ്നാട്ടിൽ DMKയുടെ സ്റ്റാലിന്റെ വീഴ്ച ഞെട്ടിക്കുന്ന വീഴ്ചയാണ്. എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എക്സിറ്റ് പോളുകൾ ശരിവെച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയിയുടെ ഇതാദ്യമായി ചാണ്ടി ഉമ്മന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. 10,590 എന്നാണ്. സൈക്കിൾ തിരിച്ചുപിടിച്ചു. മാവേലിക്കരയിൽ ലീഡ് തിരിച്ചുപിടിച്ച MS അരുൺകുമാർ 84 വോട്ട് എന്നതാണ്. 84 വോട്ടേ ഉള്ളൂ. വളരെ ചെറുതാണ്. അരുൺകുമാർ എന്നൊരു MLAക്ക് കൊടുത്തിരിക്കുന്ന വോട്ടല്ല, പക്ഷേ അരുൺകുമാർ മാവേലിക്കരയിൽ ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നു. 84 വോട്ടിന്റെ ലീഡ്. തരൂരിൽ 4ാമത്തെ റൗണ്ടിലും LDF തന്നെയാണ്. 3545 വോട്ടുകൾക്ക്. പാലായിൽ 720 വോട്ടുകൾക്ക് UDF. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അവിടെ BJP. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 1826 വോട്ടിൽ ലീഡ്. വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം 7000. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 2523 വോട്ടിന് ധർമ്മടത്ത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. 2ാം റൗണ്ടിൽ മുഖ്യമന്ത്രി കൂടുതൽ താഴേക്ക് എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാണ്. ഇതുവരെ കിട്ടിയ വോട്ട് 9538 വോട്ടാണ് ഇതുവരെ പിണറായി വിജയന് കിട്ടിയത്. 2523 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. ഈ VP അബ്ദുൾ റഷീദിനെ എന്ത് വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ധർമ്മടത്ത് പോയി പിണറായി വിജയനെ 2500 വോട്ടിന് പിന്നിലാക്കാൻ കഴിയുന്ന എന്ത് അത്ഭുതമാണ്. അതായത് VP അബ്ദുൾ റഷീദ് കൊട്ടാരക്കരയിൽ KN ബാല പോലെ 693 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. അബ്ദുൾ റഷീദ് 12,061 വോട്ട് പിടിക്കുമ്പോൾ പിണറായി വിജയന് 9,538 വോട്ടേ പിടിക്കാനായുള്ളൂ. അനൂപ് ആന്റണി 50 വോട്ടുകൾക്ക് മുന്നിൽ. എന്ന് വെച്ചാൽ തിരുവല്ല, നേമം, കോഴിക്കോട് സൗത്ത്, പാലക്കാട് 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ലീഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞത് പിണറായി വിജയൻ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ പിന്നിൽ പോകുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. 2500 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചു വരുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ തിരിച്ചു വരുന്നില്ല. 2500 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ് ഇപ്പോഴും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. അബിൻ വർക്കിയുടെ പ്രവചനം ശരിയായിരിക്കുന്നു. ധർമ്മടത്തിന്റെ കാര്യത്തിൽ അബിൻ വർക്കിയുടെ കാര്യത്തിൽ അബിൻ വർക്കിക്കും സന്തോഷിക്കാം. ഒരു ഘട്ടത്തിൽ പോലും പിന്നാക്കം പോയിട്ടില്ല എന്നുള്ളതാണ്. അബിൻ വർക്കിയുടെ ലീഡും 2000 വോട്ടുകൾ സമയത്ത് മാത്രമാണ് തുടർച്ചയായി മുന്നിലാണ്.